ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ടൊന്ന് പുറത്തു പോവാണേ. ഗൈസ്, ഞങ്ങൾ ഒന്ന് പുറത്തിറങ്ങിയതാണ് സൺഡേ ആയിട്ട്. എന്ത് മേടിക്കാനാ പോന്നേ? ജീൻസ്. ജീൻസ് ജീൻസ് മാത്രമല്ല, പിന്നെ കുറേ സാധനം. നാളെ കോളേജ്. ഓ, കുട്ടിക്ക് നാളെ കോളേജ് തുടങ്ങും, ഫസ്റ്റ് ഡേ ആണ്. അതുകൊണ്ട് നമ്മൾ സാധനം മേടിക്കാൻ ഇറങ്ങിയത്. നമ്മളപ്പോൾ ആദ്യം സ്റ്റുഡിയോയിലേക്കാണ് പോകുന്നത് ഗൈസ്. സൂഡിയോ. എന്താണ് സൂഡിയോ? സൂഡിയോ, പിന്നെ ട്രെൻഡ്സ്, എവിടെയെങ്കിലുമൊക്കെ ചെന്ന് നോക്കാം. കിട്ടാതിരിക്കില്ലായിരിക്കും. ഇവക്ക് ജീൻസ് എടുക്കണം, ഇവക്ക് കുറച്ച് സാധനം മേടിക്കണം, പിന്നെ എനിക്ക് എന്തൊക്കെ മേടിക്കാനുണ്ട്. എന്തായാലും കാണാം. ഇപ്പം നമ്മൾ സ്റ്റൈലപ്പിലാണ് ഉള്ളത്. സ്റ്റൈലപ്പിൽ തന്നെ കയറണം, എന്നാ കയറിയേക്കാം. എല്ലാം 399 തിരക്കാണ്. സൺഡേ ഇവിടുത്തെ കാര്യം പറയണ്ട ഗായ്സ്, ഒടുക്കത്തെ തിരക്കാ, പെട്ട് നിക്കുക. എന്താ, ഞാൻ നല്ല ഒട്ടത്തിൽ ലുക്കിലാ വന്നത്. ചായ കുടിക്കാൻ പോയ വഴിക്കാ ഗൈസ് വന്നത്, അതുകൊണ്ടൊന്നും ഒരുങ്ങാൻ കൂടി പറ്റിയില്ല. മുരുകൻ റെഡിയാണ്. ഉദ്ദേശിച്ച സാധനം കിട്ടാത്തോണ്ട് ഫസ്റ്റ് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അടുത്ത ഷോപ്പ്. സ്റ്റുഡിയോയിൽ ഒടുക്കത്തെ തിരക്കാണ്. സ്റ്റുഡിയോയിൽ സെയിൽ അടക്കാൻ പറഞ്ഞില്ല, ഒടുക്കത്തെ തിരക്കാന്ന് തോന്നുന്നു ഇവിടെ. പൊന്നി, എന്തൊരാളിത്, കല്യാണ വീടോ? ബോളിയും പായസം കൊടുക്കുന്നുണ്ട്. അയ്യോ, എന്തൊരു തിരക്കാ നോക്കത്. ഇവിടുന്ന് ഇറങ്ങി ഗൈസ്. ബിക്കോസ് സാധനങ്ങൾ എടുത്ത് കയ്യിൽ വെച്ചപ്പോൾ ആൾക്കാർ കൂടി. ഫുൾ ക്യൂ ആണ്. സ്റ്റുഡിയോയില് വെറുതെ കൊടുക്കുന്ന പോലെ ആൾക്കാർ വന്നിട്ട് ക്യൂ നിൽക്കുന്നത്. സോ അവിടെ വേണ്ടാന്ന് വെച്ചു. നിങ്ങളടുത്ത് സീക്കോഡ് പിടിക്കാണ്. ഇവിടെ ഇനിയെങ്കിലും കിട്ടുമോ എന്തോ? സീക്കോഡ് അറ്റ്ലീസ്റ്റ് ബോളിയും പായസെങ്കിലും കിട്ടുമോ? നീ അടുത്ത് ഇങ്ങോട്ടാ പോന്നേ? ഇവിടെ വന്നിട്ട് ഞങ്ങൾ സെർച്ച് ചെയ്യാണ് ഗൈസ്. ഇവിടെ കുഴപ്പമില്ല, കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ദേ, ഞാൻ ഡിമാർട്ടിൽ നിന്ന് മേടിച്ച സെയിം കോട്ട് സെറ്റ്, എൻ്റെ പോലത്തെ അതേപോലത്തുള്ള കോട്ട് സെറ്റ്. ബ്ലാക്ക് എനിക്കിഷ്ടമായി ഗൈസ്. പ്ലെയിൻ ആണ്, ബട്ട് നമ്മൾ ഇതെടുക്കാനല്ല എന്ന വേറൊരു സാധനം എടുക്കാനാണ്. അത് കിട്ടുന്നവരെ ഇനിയിപ്പോൾ ഇതൊക്കെ നോക്കി നിൽക്കാം. ഇനി ഇതൊക്കെ വെറുത്താ, ഇതൊക്കെ ഇഷ്ടമാണ്, പക്ഷെ നമ്മൾ തൽക്കാലം ഇതിവിടെ വെച്ചിട്ട് പോവും. നോക്കിയാലും എന്താ, ഈ പാൻറ്റും ഇതിൻ്റെ ഷർട്ടൊക്കെ തന്നെ കാണുന്നത്. സോ അത് ഇഷ്ടപ്പെട്ടില്ല. അതെ, ഇറങ്ങി. ഇനി അടുത്ത ഷോപ്പിലേക്ക് പോവാണ്. പിന്നെ ഇതിപ്പോ കമ്മനള്ളി ആയതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തടുത്ത് തന്നെ എല്ലാ ഷോപ്സും നമുക്ക് അവൈലബിൾ ആണ്. സോ ഇഷ്ടമായെങ്കിൽ നമുക്ക് ഇറങ്ങാം. യൂസ്റ്റൈലും കയറണോ? അത് വേണോ? അവിടെ ഒന്നും വലുതായിട്ട് കാണൂല. നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കാണാൻ ചാൻസ് ഇല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ജീൻസ്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് ഇപ്പൊ പറയുന്നില്ല. സർപ്രൈസ്. അതെ, നമ്മൾ ഡ്രസ്സിന്റെ കാര്യം നോക്കി ഒരു വഴിക്കായെങ്കിലും നമ്മുടെ ബോളിയും പൈസ നമ്മളെ വിടുന്നില്ല. അതിന്റെ സ്പോട്ട് കണ്ടുപിടിച്ച് ഞങ്ങളിവിടെ വന്നതാണ്. എന്തായാലും അത് ട്രൈ ചെയ്യണം. ഇതൊക്കെ കാണുമ്പം തോന്നും മേടിക്കാൻ, പക്ഷെ ഇവിടെ ഒരാൾ ബോളിയും പായസം പിടിച്ചിരിക്കാണ്. എന്തായാലും അത് ട്രൈ ചെയ്യണം. മുടിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിനൊന്നും അട്രാക്ഷൻ ഇല്ല. ഇത് വേണോ? How much is okay? You get parcel. വീക്കെൻഡ്സ് മാത്രമേ ഉള്ളൂ ഇത്. ഹലോ, ബോളിയും പായസം. ബോളിയും പായസവും വെയിറ്റ്. ഭയങ്കര ഇതായില്ല. ഈ ബോളിയും പായസത്തിന്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ കാണാത്തവര് പോയി കാണണേ. ഇത് വരുന്നില്ലല്ലോ. ആദ്യം ഞാൻ എടുക്കട്ടെ, ഒരു മിനിറ്റ്. വരുന്നുണ്ട്. എനിക്ക് കൈ വെച്ച് കഴിക്കാൻ പറ്റും, സ്പൂൺ വെച്ച് കഴിക്കാൻ പറ്റുന്നില്ല. നമ്മളിത് ഇതും കൂടെ ട്രൈ ചെയ്യാനുള്ള ഗൈസ്. സ്റ്റെഫിന് ഇത് ഫസ്റ്റ് ടൈം അല്ലേ കഴിക്കാൻ പോകുന്നത്, പക്ഷെ ഇതിന്റെ കൈ കിട്ടുന്നില്ല. ഒരു മിനിറ്റ് കട്ടി. സൂപ്പർ. നീ കഴിച്ചു നോക്ക്.
ട്രൈ ചെയ്യേണ്ടവർക്ക് ട്രൈ ചെയ്യാം. കമ്മനഹള്ളി എന്നാൽ മതി. മധുരം ബാംഗ്ലൂർ. എന്തോ ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ആ, ബുക്ക് ചെയ്തിട്ട് വരാവുന്ന. പിന്നെ ഈ സ്ട്രീറ്റിൽ അറിയുന്നതും അറിയാത്തതുമായ കുറെ ഷോപ്പ് അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ മുമ്പ് പണ്ടത്തെ ഫസ്റ്റ് ഇയറിലെ ഹോസ്പിറ്റൽ ഇവിടെ എനിക്ക് അടുത്തായിരുന്നു, റോഡിന്റെ ഫ്രണ്ടില്. ഇവിടെ ആയിരുന്നു ഞങ്ങൾ കുറച്ച് നാള് പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ. എന്താ കേറണോന്നോ? കേറുന്നില്ല, ഷോപ്പ് ഇടണോന്നോ? കേറാൻ പറ്റിയതല്ല. പിന്നെ എന്താ ഡ്രീം? മലയാളി കപ്പിൾസ് എന്ത് ചെയ്യാൻ, എല്ലായിടത്തും മലയാളി കപ്പിൾസാ. എല്ലാവരുടെയും മലയാളി. ഇത് 50ക്ക് മോശമില്ല. മോശമില്ല. ഇത് ഞാൻ മേടിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ പുറത്ത് ഞാൻ തന്നെ കയറിയിരിക്കും, അല്ലെങ്കിൽ ഇത് എങ്ങനെയൊക്കെ പൊട്ടും. അങ്ങനെ എത്ര എണ്ണം പൊട്ടിയിരിക്കുന്നു. പക്ഷെ എന്നാലും മേടിക്കും. ട്രയൽ യൂണിയൻ ആണ് ഗൈസ്. ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ തിരിച്ചു പോകേണ്ട വരും. ഇനി ആകെ പിന്നുള്ളത് മാക്സും ട്രെൻഡ്സും പിന്നെ പാൻറ്റലോൺസ്, അങ്ങനെ കുറച്ചതൊക്കെ ഉണ്ട്. എന്തായാലും നോക്കാം. യൂണിയനിലെ പ്രത്യേകത എന്താന്ന് ചോദിക്കുകയാണെങ്കിലേ ഒന്നുമില്ലെന്നല്ല, സ്റ്റുഡിയോയിലേത് പറഞ്ഞ ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നാട് മൊത്തം കാണും. ഇവിടുത്തെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ കാണത്തില്ല. കോസ്മെറ്റിക് സെക്ഷൻ കിട്ടിയാൽ നമ്മൾ വിടൂലല്ലോ. അവിടെയും കുറെ ഇടിച്ചു തീർന്നു വേണം, കൊള്ളില്ല. ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് ചെരുപ്പ് എടുക്കാൻ വന്ന ഗൈസ്. കോളേജ് ഡെയിലി ഇടാനല്ലേ? വൈറ്റ് ആണോ രസം? വൈറ്റ് ഇട്ട എല്ലാ ഡ്രസ്സിനും ചേരുമായിരിക്കും. എനിക്ക് ഇജാതി ഒന്നും ഇണങ്ങൂലായിരിക്കും. എന്റെ പിന്നെ തടിച്ച കാലല്ലേ. ഞങ്ങൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ട്രെൻഡ്സിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഒരു വഴിക്കായി അറ്റ് ലാസ്റ്റ് ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ വന്നു ഗൈസ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു ഷോപ്പിൽ വന്നൊരു ലൈം സോഡ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തന്നെ വേണമെന്ന്. ആദ്യം വേറൊരു കടയിൽ പോയി ബബിൾ ടീ ട്രൈ ചെയ്യാം, പിന്നെ വേണ്ടാന്ന് വെച്ചു. ഓൾറെഡി പാലടയൊക്കെ കഴിച്ചില്ലേ. പിന്നെ വീട്ടിൽ ചെന്നാൽ ബിരിയാണി കിട്ടും. ചേച്ചിയുടെ വകയിൽ സ്പെഷ്യൽ ബിരിയാണിയാണ്. സോ ഒരു ജ്യൂസ് കുടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകാനാണ് പ്ലാൻ. കുറേ കടകളിൽ കയറി ഇറങ്ങിയെങ്കിലും ലാസ്റ്റ് കിട്ടേണ്ട ചെറിയ സാധനങ്ങൾ കിട്ടി. ഷോപ്പിംഗ് ഇതൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. കുഴഞ്ഞു ഗൈസ്. ജ്യൂസ് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സൺഡേ ഉണ്ട്, നല്ല തിരക്കുണ്ട്. എവിടെ നോക്കിയാലും ആൾക്കാരാ. ഗൈസ് അവള് ബിഗ് ബോസ് കാണാണ്. ഞാൻ കുഴഞ്ഞു ഗൈസ്. പുതിയ ബിഗ് ബോസിൽ റെന ഫാത്തിമ വന്ന് കണ്ടിട്ട് അവളതേ ബിഗ് ബോസ് ആണ് എടുത്തു ഗൈസ്. റെന ഫാത്തിമ ഉള്ളതുകൊണ്ട് തന്നെ അവളതേ കാണാൻ എടുത്തിരിക്കുകയാണ്. ഒന്നുമില്ല, ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതാ കാണണമെന്ന്. ഞങ്ങൾ നടന്ന് റൂം എത്താറായി ഗൈസ്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ചെന്ന് ചേച്ചിയെടുത്ത് ഫുഡൊക്കെ എടുത്ത് പോണം. അപ്പം ടാറ്റാ. എനിക്ക് ടാറ്റ പറയാൻ കഴിയില്ല, കയ്യിൽ കവറാ. അപ്പം ടാറ്റാ.